മുഹമ്മദ് റിയാസ്. 7000 ജില്ലാ വോട്ടിനാണ് വിജയിച്ചത്, 7487. അപ്പോൾ ഞാൻ തുടക്കത്തിൽ നിങ്ങളോട് പറഞ്ഞിരുന്നു 82,000 വോട്ട് ലഭ്യമാകും. അപ്പോൾ നിങ്ങൾ പലരും 82,000 എന്നൊക്കെ ചോദിച്ചപ്പോഴും ഭൂരിപക്ഷമാണോ എന്താണ്, നമുക്ക് 82,000 വോട്ട് ലഭ്യമാകുമെന്ന് പറഞ്ഞിരുന്നു. 82,000 വോട്ട് ലഭിക്കാൻ ഒരു 51 വോട്ടിന് കുറവുണ്ട്. 81,000 51 കിഴിച്ചാൽ മതി. 81,849 വോട്ടാണ് കിട്ടിയത്. പൊതുവെ കേരളത്തിന്റെ രാഷ്ട്രീയ സാഹചര്യം നമുക്കറിയാം, ഈ തെരഞ്ഞെടുപ്പിന്റെ സ്ഥിതി. കോഴിക്കോട് ജില്ലയിലും എലത്തൂര്, ബാലുശ്ശേരി, പേരാമ്പ്ര, നോർത്ത് പോലുള്ള മണ്ഡലങ്ങളിൽ, മറ്റു മണ്ഡലങ്ങൾ ഉൾപ്പെടെ ഈ മണ്ഡലങ്ങളിലും പരാജയപ്പെട്ടൊരു തെരഞ്ഞെടുപ്പിൽ ബേപ്പൂരിലെ ജനങ്ങൾ LDFനോടൊപ്പം നിന്നു എന്നുള്ളത് ഞാൻ പ്രത്യേകം നന്ദിയോടുകൂടി ഇവിടെ പറയാൻ ആഗ്രഹിക്കുകയാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ LDFന് അനുകൂലമായ വലിയ ട്രെൻഡായിരുന്നു 2021. അന്ന് ആ ട്രെൻഡ് 2016 നിന്നും 2021 LDFന്റെ വോട്ട് ഷെയർ വർദ്ധിച്ചതിനേക്കാൾ വോട്ട് ഷെയർ ബേപ്പൂർ മണ്ഡലത്തിൽ വർദ്ധിച്ചു, വോട്ടും വർദ്ധിച്ചു, ഭൂരിപക്ഷവും നൽകിയിട്ടാണ് ജനങ്ങളന്ന് LDFനോടൊപ്പം ബേപ്പൂരിൽ നിന്നത്. ഇത്തവണയും ഭൂരിപക്ഷമൊക്കെ അന്നത്തേക്കാൾ കുറഞ്ഞെങ്കിലും ഈയൊരു ട്രെൻഡിൽ ബേപ്പൂരിന്റെ കാലെടുത്ത് വെച്ചാൽ അപ്പുറം മലപ്പുറം ജില്ലയാണ്. മലപ്പുറം ജില്ലയുടെ അതിർത്തി പങ്കിടുന്ന, ബേപ്പൂർ മണ്ഡലവുമായി അതിർത്തി പങ്കിടുന്ന 2 നിയമസഭാ മണ്ഡലങ്ങൾ മലപ്പുറം ജില്ലയിലുണ്ട്. കോഴിക്കോട് ജില്ലയും, ഈ 2 ജില്ലയിലും 16ഉം 13 29 സീറ്റിൽ LDFന് ജയിക്കാനായത് ബേപ്പൂരിലാണ്. അപ്പോൾ ഇത്തവണ ആ പൊതു ട്രെൻഡിൽ നിന്നും വ്യത്യസ്തമായി ബേപ്പൂരിലെ ജനങ്ങൾ LDFനോടൊപ്പം നിന്നു. അതിന് എല്ലാവരോടും നന്ദി പറയുകയാണ്. തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്തവരുണ്ടാകാം, LDFന് വോട്ട് ചെയ്യാത്തവരുണ്ടാകാം. വോട്ട് ചെയ്തവരും വോട്ട് ചെയ്യാത്തവരുമായ 100% വരുന്ന ജനങ്ങളുടെയും MLA ആയി പ്രവർത്തിക്കും എന്നുള്ളത് പ്രത്യേകം ഇവിടെ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. LDFന് മൊത്തത്തിൽ കേരളത്തിലുണ്ടായിട്ടുള്ള ഈയൊരു ജനവിധിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്ത് LDF നേതാക്കൾ തന്നെ പിന്നീട് നമ്മളോട് സംസാരിക്കുന്നു. അല്ല, ബാക്കി കാര്യങ്ങൾ നമ്മൾ കമ്മിറ്റിക്കകത്തൊക്കെ ചർച്ച ചെയ്തിട്ടാണ് പോകുന്നത്, ചർച്ച ചെയ്ത് പോകണം. ഞങ്ങളീ പറഞ്ഞ ബേപ്പൂർ മണ്ഡലത്തിലെ 82,000 വോട്ട് എന്നുള്ളത് ഫോക്കസ് ചെയ്ത് സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ച അന്ന് മുതൽ പരസ്യമായിട്ട് പറഞ്ഞ, നിങ്ങൾക്കൊക്കെ ഓർമ്മയുണ്ടാവും, 82,000 വോട്ട് പിടിക്കണം, കിട്ടും, അതിൽ കുറയില്ല. അപ്പം അതിനേക്കാൾ ഒരു 51 വോട്ട് കുറവാണ് 82,000-ത്തേക്കാൾ. അപ്പം എല്ലാ നിലയിലും എല്ലാ ശ്രമവും പൊതുവെ നടത്തിയിട്ടുണ്ട്. ബാക്കി കാര്യങ്ങൾ, ഓരോ തലത്തിലുള്ള കാര്യങ്ങൾ പരിശോധിക്കേണ്ടതുണ്ട്. അത് പരിശോധിച്ച് പോകുമ്പോൾ 2ാം റൗണ്ടിലെ വോട്ടെണ്ണലിലെ പാറ്റേൺ ഒന്ന് പ്രത്യേകം ഞങ്ങൾ പരിശോധിക്കുക, പിന്നീട് പറയാം. 2ാം റൗണ്ടിലെ വോട്ടിംഗ് പാറ്റേൺ ഒന്ന് പ്രത്യേകം പരിശോധിക്കേണ്ടതുണ്ട് എന്നാണ് തോന്നുന്നത്. അത് പിന്നീട് പരിശോധിച്ച് പോകാവുന്നതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അതായത് കഴിഞ്ഞ തവണ പഴയ ബേപ്പൂർ പഞ്ചായത്തിൽ BJP ആയിരുന്നു 2ാം സ്ഥാനം. 2ാം റൗണ്ടിലെ 15 മുതൽ 28 വരെയുള്ള ബൂത്തുകൾ നിങ്ങളെടുത്ത് പരിശോധിച്ചാൽ അവിടെ BJPയുടെ വോട്ട് വലിയ നിലയിൽ കുറഞ്ഞിട്ടുണ്ട്. ഞങ്ങളുടെ വോട്ടൊന്നും വലിയ പ്രയാസം സൃഷ്ടിച്ചിട്ടില്ലെങ്കിലും BJPയുടെ വോട്ട് കുറഞ്ഞിട്ടുണ്ട്, UDFന്റെ വോട്ട് കൂടിയിട്ടുണ്ട്. ബാക്കിയുള്ളതൊക്കെ ഓരോന്ന് ആഴത്തിൽ പരിശോധിക്കേണ്ട കാര്യമാണ്. പക്ഷെ അതൊന്നും ഇപ്പോൾ ഒരു കാരണമായിട്ട് പറയുന്നില്ല. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.